ചേട്ടാ, ഓ നമ്മുടെ വണ്ടി മോഡിഫൈ ചെയ്യുന്നതിനെ കുറിച്ച് എന്താണ് ചേട്ടന്റെ അഭിപ്രായം? വണ്ടി മോഡിഫൈ ചെയ്യുക എന്ന് പറയുമ്പം വളരെ നല്ല കാര്യമാണ്. അതായത് ഇപ്പൊ വണ്ടി മോഡിഫൈ ചെയ്യുന്നതെന്ന് പറയുമ്പം ഉള്ള സൗകര്യങ്ങളിനെക്കാട്ടിയും കുറച്ചും കൂടെ എന്തെങ്കിലും ആഡ് ചെയ്യാനായിട്ടാണ് സാധാരണ ആളുകൾ വണ്ടി മോഡിഫൈ ചെയ്യുന്നത്. ഉം. പല ടൈപ്പ് മോഡിഫിക്കേഷൻ ഉണ്ട്. ഓക്കെ, ഇപ്പൊ കുറെ മോഡിഫിക്കേഷൻസ് ഒന്നും ലീഗൽ അല്ല, കുറേയൊക്കെ ലീഗലാണ്. ഓക്കെ, നമുക്ക് വണ്ടിയുടെ കളർ വേണമെങ്കിൽ പെയിന്റ് വേണമെങ്കിൽ മാറ്റാം. RC ബുക്കിൽ നമുക്ക് അതിന്റെ കളർ മാറ്റണം, എങ്കിൽ മാത്രമേ നമുക്ക് ലീഗലായിട്ട് വണ്ടിയുടെ കളർ മാറ്റി ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ, റോഡിൽ ഇറക്കാൻ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ വണ്ടിക്ക് നമുക്ക് സ്റ്റിക്കറൊക്കെ അടിക്കാം. സ്റ്റിക്കർ അടിക്കാനൊന്നും പ്രശ്നമില്ല. പക്ഷേ വണ്ടിയുടെ കളർ, പ്രൈമറി കളർ മാറുന്ന രീതിയിൽ നമുക്ക് സ്റ്റിക്കർ ഉപയോഗിക്കാനുള്ള പെർമിഷൻ ഇല്ല. ഓക്കെ, അതായത് വണ്ടിയുടെ കളർ റെഡ് ആണെന്നുണ്ടെങ്കിൽ റെഡും ബ്ലാക്കും ആവുന്ന രീതിയിൽ നിങ്ങൾ ഫുൾ സ്റ്റിക്കറൊക്കെ അടിച്ച് വയ്ക്കുകയാണെങ്കിൽ അത് ഡുവൽ ടോൺ ആയിപ്പോയി. ഓക്കെ, സിമ്പിളായിട്ടൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞതാണ്. അപ്പം അങ്ങനെ നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് നേരത്തെ കൂട്ടി അത് പെർമിഷനൊക്കെ എടുത്തതിന് ശേഷം മാത്രം വണ്ടി മാറ്റുക, എന്നിട്ട് നിരത്തിൽ ഇറക്കുക. ഇല്ലാണ്ട് ഇറക്കി കഴിഞ്ഞാലും അത് നിയമവിരുദ്ധമാണ്. ഇനി ഫോഗ് ലാമ്പ് നമുക്ക് ഉപയോഗിക്കാം. പക്ഷേ ഈ പറഞ്ഞതുപോലെ ഹൈ ബീമുള്ള ഫോഗ് ലാമ്പുകൾ അല്ലെങ്കിൽ ഓക്സിലറി ലൈറ്റുകൾ വെക്കാൻ പാടില്ല. അഡീഷണൽ ലൈറ്റുകൾ അങ്ങനെ വെക്കാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് നിയമം. പിന്നെ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ നമ്മളുടെ വണ്ടിയെക്കാട്ടിയും അതിൻ്റെ വേറെ വേരിയൻറ്റ്, ടോപ്പ് വേരിയൻറ്റിനകത്ത് ഉള്ള ഫോഗ് ലാമ്പുകളൊക്കെ വെക്കാം. അതിന് പ്രശ്നമൊന്നുമില്ല. നിയമപരമായിട്ട് വേറെ ഇഷ്യൂസ് ഒന്നും അതിനകത്ത് വരുന്നില്ല. ഓക്കെ, അത് ആഫ്റ്റർ മാർക്കറ്റിന് വരുന്ന ലോ ക്വാളിറ്റി സാധനങ്ങൾ വെക്കാതിരിക്കുക, വയറിങ്ങുകളെല്ലാം ശ്രദ്ധിക്കുക, അതൊക്കെ നോക്കുക. ഓക്കെ, വയറിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ നമ്മൾ ഫോഗ് ലാമ്പൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിലും വലിയ ഇതില്ലാത്ത പവറില്ലാത്ത സാധനം വെക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടിയും വയറിങ് ശ്രദ്ധിക്കുക. ഇപ്പം ആൻഡ്രോയിഡൊക്കെ വെക്കുന്നവരുണ്ട്. ഇപ്പം ഈ താഴത്തെ ലെവലിലുള്ള വേരിയൻറ്റിലെ വണ്ടി എടുത്തിട്ട് അതിനകത്ത് ചിലപ്പോൾ സ്റ്റീരിയോ ഒന്നും കാണത്തില്ല, സെപ്പറേറ്റ് വെക്കുന്നവരുണ്ട് ആൻഡ്രോയിഡിൻ്റെ. അപ്പോൾ അതൊക്കെ വെക്കുന്ന സമയത്ത് വയറിങ്ങും കൂടെ ശ്രദ്ധിക്കുക. ഇതില്ലാത്ത പക്ഷമാണ് ഈ പറഞ്ഞതുപോലെ ഈ സ്പാർക്കും കാര്യങ്ങളെല്ലാം വന്നിട്ട് ഇഷ്യൂസ് വരുന്നത്. ഓക്കെ, വയറിങ് ഇഷ്യൂസ് ആണെങ്കിൽ ഓവർ ഹീറ്റായിട്ട് പ്രശ്നം ഉണ്ടാകാൻ സാധ്യത വളരെയധികം കൂടുതലാണ്. പിന്നെ ഓഫ് റോഡിങ്ങിന് ഉപയോഗിക്കുന്ന വണ്ടികളിൽ മോഡിഫിക്കേഷൻ ചെയ്യാറുണ്ട്. ഈ വീലിൻ്റെ സൈസ് കൂട്ടാറുണ്ട്. പക്ഷേ അത് യഥാർത്ഥത്തിൽ നിയമവിരുദ്ധമാണ്. നമ്മുടെ ആ വീൽ ആർക്കിൻ്റെ പുറത്തോട്ട് ബൾജ് ചെയ്ത് നിൽക്കുന്ന രീതിയിൽ വരാൻ പാടില്ല എന്നുള്ളതാണ്, ടയറോ വീലോ ഒന്നും. ഓക്കെ, അല്ലാണ്ട് നമുക്ക് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. അലോയ് വീൽസ് ഉപയോഗിക്കുന്നതിന് തെറ്റില്ല. ഓക്കെ, അലോയ് വീല് നമുക്ക് ഉപയോഗിക്കാം. പക്ഷേ ഈ പറഞ്ഞതുപോലെ വീൽ ആർക്കിന് പുറത്തോട്ട് തള്ളി നിൽക്കുന്ന രീതിയിൽ ജിപ്സികളൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട്. പക്ഷെ അങ്ങനെ അത് നിയമവിരുദ്ധമാണ്. ഓക്കെ, ഇപ്പം നമ്മൾ മോഡിഫിക്കേഷൻ കാര്യം പറയുമ്പം ഈ ഫ്ലഡിൻ്റെ സമയത്ത്, വെള്ളപ്പൊക്കം വന്ന സമയത്തൊക്കെ ഈ ഓഫ് റോഡ് വണ്ടികൾ ഒരുപാട് ഇറങ്ങിയായിരുന്നു. അവർ രക്ഷാപ്രവർത്തനത്തിനൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഈ ഓഫ് റോഡിങ് വണ്ടികൾ. അവരുടെ അസോസിയേഷനിൽ നിന്ന് ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വണ്ടികൾ അങ്ങനെ ഉപകാരപ്പെട്ടു എന്നുള്ളത് മറ്റൊരു സത്യം. ഓക്കെ, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഈ എക്സോസ്റ്റ് പൈപ്പ് ഒരു കാരണവശാലും കട്ട് ചെയ്യാനോ മോഡിഫൈ ചെയ്യാനോ പാടില്ല. ഓക്കെ, ഇത് സൗണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് ചിലവരെ കട്ട് ചെയ്ത് വിടാറുണ്ട്. നേരത്തെ അത് വെക്കുമ്പോഴത്തേക്കും അത് വെച്ചിട്ട് റോഡിലോട്ട് ഇറക്കുമ്പം എനിക്കാണെങ്കിലും തോന്നിയിട്ടുണ്ട്, ഓരോ സൗണ്ടൊക്കെ നമ്മൾ പെട്ടെന്ന് ഞെട്ടിപ്പോവും. ഓക്കെ, അത് തെറ്റാണ്. ഇപ്പോഴും അങ്ങനെയുള്ള ആളുകളുണ്ട്. അതൊക്കെ ഞാൻ പറയുന്നത്, അതൊക്കെ പിടിച്ച് നല്ല ഫൈൻ അടപ്പിക്കണമെന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. പ്രായമായിട്ടുള്ളവർ കാണും, എന്തെങ്കിലും ഇപ്പം ഹൃദയത്തിന് പ്രശ്നമുള്ള ആളുകൾ കാണും. അവർക്ക് ഇത്രയും വലിയ സൗണ്ട് പെട്ടെന്ന് കേൾക്കുമ്പോഴത്തേക്കും അത് വലിയ ഇഷ്യൂ തന്നെയാണ്. ഓക്കെ, അപ്പോൾ അതൊക്കെ ഈ പറഞ്ഞതുപോലെ നിയന്ത്രിക്കണം എന്നല്ല, കംപ്ലീറ്റ് ആയിട്ട് അത് നല്ല രീതി ഫൈൻ അടിച്ച് വിടേണ്ടുന്ന കാര്യം തന്നെയാണ്. ഓക്കെ, പിന്നെ വണ്ടിയുടെ ഈ സസ്പെൻഷൻ മാറ്റുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ പുറത്തൊക്കെയാണ് സാധാരണ തോനെയും ചെയ്യുന്നത്. ഇവിടെയും ചെയ്യുന്ന ആളുകളുണ്ട്, ഇല്ലെന്നല്ല. സസ്പെൻഷനൊക്കെ മാറ്റുന്നതുകൂടി അതിൻ്റെ ഫിറ്റ്നസ് നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. കാരണം കമ്പനി ഇറക്കിയ രീതിയിലല്ല പിന്നീട് അതിൻ്റെ കാര്യങ്ങൾ പോകുന്നത്. ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു ഫിറ്റ്നസ് പിന്നെ കിട്ടിയൊന്നും വരില്ല. എന്ത് മാറ്റുമ്പോഴാണ് ഈ സസ്പെൻഷനും കാര്യങ്ങളൊക്കെ മാറ്റുന്ന സമയത്ത്. ഓക്കെ, അത് റിമോട്ട് കൺട്രോൾ മുഖേന തന്നെ സസ്പെൻഷൻ പൊക്കാനും താക്കാനും ഒക്കെ പറ്റുന്ന കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അങ്ങനെ ചെയ്ത് വരുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടുള്ള അതിൻ്റെ ഒരു ബിൽഡ് ക്വാളിറ്റി നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെയുള്ള മോഡിഫിക്കേഷൻ ചെയ്യരുത് എന്ന് പറയുന്നത്. പിന്നെ വലിയ ശബ്ദമുള്ള, ഇത്ര ഡെസിബലിന് മുകളിലോട്ടുള്ള ഹോണുകൾ പാടില്ല. അതൊക്കെ നല്ല കാര്യം തന്നെയാണ്. ഓക്കെ, അത് നമുക്ക് റോഡിലോട്ട് ഇറങ്ങുമ്പോൾ തന്നെ മനസ്സിലാവും. അടിച്ച് നമ്മുടെ ചെവി പൊട്ടുന്ന രീതിയിലുള്ള ഓരോ ഹോണുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. സൗണ്ട് ഹോണൊക്കെ മറ്റേ എയർ ഹോണൊക്കെ കംപ്ലീറ്റ് ആയിട്ട് നിരോധിച്ചതാണ്, അല്ലാണ്ട്. പിന്നെ ഈ പറഞ്ഞതുപോലെ ലൈറ്റുകൾ ഹൈ ബീമായിട്ടുള്ള സാധനങ്ങളുണ്ട്. അപ്പം അതൊക്കെ ഇടുന്നത് അത് ഇഷ്യൂ തന്നെയാണ്. പ്രൊജക്ടർ തന്നെ ഹൈ ബീമായിട്ടുള്ള രീതി ഇടുന്നുണ്ട്. അപ്പം അത് ഈ നമുക്ക് നൈറ്റിലാണ് അതിൻ്റെ ഭീകരാവസ്ഥ മനസ്സിലാവുന്നത്. ഓപ്പോസിറ്റ് നമ്മൾ പോകുന്ന സമയത്ത്, ഓപ്പോസിറ്റ് വരുന്ന വണ്ടിയിൽ നിന്ന് അടിക്കുന്ന സമയത്ത് നമുക്കതിൻ്റെ ഭീകരമായിട്ടുള്ളൊരു വശം നമുക്ക് മനസ്സിലാവും. അപ്പം
അതൊക്കെ നിരോധിക്കണമെന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. വേറെ പിന്നെ മോഡിഫിക്കേഷൻ, ഞാൻ ഈ പറഞ്ഞതുപോലെ മോഡിഫിക്കേഷൻ നമുക്ക് ഈ പറഞ്ഞതുപോലെ പാവപ്പെട്ട ആളുകൾക്ക് കൂടി ടോപ്പ് മോഡൽ വണ്ടികളൊന്നും എടുക്കാൻ പറ്റത്തില്ല. അപ്പോഴാണ് നമ്മൾ സാധാരണ മോഡിഫൈ ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അല്ലാണ്ട് മോഡിഫൈ ചെയ്യാം പറ്റുന്ന കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം നമുക്ക് സ്റ്റീരിയോ വെക്കാം, സാധാരണ സ്റ്റീരിയോ മാറ്റിയതിന് ശേഷം ആൻഡ്രോയിഡ് വെക്കാം, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ എന്താണ് ഡാഷ് ക്യാമറ മസ്റ്റായിട്ട് വെക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എല്ലാ ആളുകളും ഡാഷ് ക്യാമറ മസ്റ്റായിട്ട് വെക്കണം. ഫ്രണ്ടും ബാക്കും ഫുൾ ടൈം റെക്കോർഡിംഗ് ആയിട്ടുള്ള, ഫുൾ ടൈം മീൻസ് വണ്ടി ഇപ്പം ഓഫ് ആക്കിയതിന് ശേഷം റെക്കോർഡ് ചെയ്യുന്നുണ്ട്, പക്ഷേ ആ രീതിയിൽ ഇടേണ്ടതാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ബാറ്ററി ഡ്രെയിൻ ആവും. അല്ലാത്ത പക്ഷം എന്തെങ്കിലും ആക്സിഡൻ്റ് ഒക്കെ നടക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാനും എല്ലാം വളരെയധികം സഹായം ചെയ്യും. ഓക്കെ, ഈ ഡാഷ് ക്യാം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് ഒരുപാട് ഉപകാരം ചെയ്യുന്നൊരു സാധനമാണ് ഡാഷ് ക്യാം. ഓക്കെ, അത് അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ഉള്ള മേടിച്ച് വയ്ക്കുക. അത് കണക്ക് തന്നെ മെമ്മറി കാർഡൊക്കെ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോയെന്നും കൂടെ ഇടയ്ക്ക് നോക്കിക്കൊള്ളുക. വൈഫൈ ഉള്ളതാണെങ്കിൽ നിങ്ങൾക്ക് ഫോണിൽ തന്നെ ആക്സസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇടയ്ക്ക് നിങ്ങൾ മെമ്മറി കാർഡ് ഊരി ഇട്ട് നോക്കേണ്ട ഒരു ബുദ്ധിമുട്ടില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അത് വർക്കിംഗ് ആണോ എന്നൊക്കെ നോക്കാനും എളുപ്പമായിരിക്കും. അങ്ങനെ വൈഫൈ അടിച്ചിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇടയ്ക്കൊക്കെ എടുത്ത് നോക്കുന്നത് നന്നായിരിക്കും. ഓക്കെ, അത് വർക്കിംഗ് ആണോ, കറക്റ്റായിട്ട് റെക്കോർഡിംഗ് ആണോ, ചിലത് റെക്കോർഡിംഗ് ആവും, പക്ഷേ ഇടയ്ക്കുള്ളതെല്ലാം സ്കിപ്പ് ആവും. അതുകൊണ്ട് മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ മെമ്മറി കാർഡ് ചിലപ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന സ്പീഡുള്ളതൊന്നും ആയിരിക്കത്തില്ല. അപ്പം കറക്റ്റായിട്ട് റൈറ്റ് ആവാണ്ട് പോകും. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പം ഡാഷ് ക്യാമിനകത്ത് ഈ പറഞ്ഞതുപോലെ ഡാഷ് ക്യാം വെക്കുന്നത് വളരെയധികം നല്ലത് തന്നെയാണ്. ഇപ്പം ഇത്രയും ഇഷ്യൂസൊക്കെ നടക്കുന്നുണ്ട്, MVD ഫൈനൊക്കെ അടിച്ചു കൊടുക്കുന്നുണ്ട്, പക്ഷേ എന്നിട്ട് പോലും കുറേ ആളുകൾ നിയമവിരുദ്ധമായിട്ടുള്ള മോഡിഫിക്കേഷൻ ഇപ്പോഴും ചെയ്യുന്നു എന്നുള്ളതാണ്. ചെയ്തിട്ട് റോട്ടിലേക്ക് ഇറക്കുന്നു. ഓക്കെ, അപ്പോൾ അത് ഒരു പൊതുശല്യം തന്നെയാണ്. നമ്മൾ മോഡിഫിക്കേഷൻ ചെയ്യുന്നുണ്ട്, ഞാൻ പറഞ്ഞു നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറേ മോഡിഫിക്കേഷൻസ് ഉണ്ട്, അത് കുഴപ്പമില്ല. അതല്ലാണ്ട് നിയമവിരുദ്ധമായിട്ടുള്ള മോഡിഫിക്കേഷൻ ചെയ്യുമ്പോഴാണ് അത് പ്രശ്നമായിട്ട് വരുന്നത്. നിയമവിരുദ്ധമായിട്ടുള്ള പ്രശ്നം എന്ന് പറയുമ്പോൾ മറ്റേ ഇഷ്യൂസ് എന്ന് പറയുമ്പോൾ ഒന്നെങ്കിൽ അത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലുള്ള, അതായത് റോഡിൽ പോകുന്ന യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന, അല്ലെങ്കിൽ അവരുടെ ജീവന് അപകടം വരുന്ന രീതിയിലുള്ള എന്തെങ്കിലും മോഡിഫിക്കേഷൻ ആയിരിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ വണ്ടിയുടെ ഫിറ്റ്നസ്സിനെ ബേസ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസ് ആയിരിക്കും. ഈ രണ്ട് കാരണം കൊണ്ടാണ് മെയിനായിട്ടും മോഡിഫിക്കേഷൻസിൻ്റെ. പിന്നെ ഇത് പറയുന്ന സമയത്ത് നമുക്ക് വേറെ കാര്യങ്ങളൂടെ പറയാം. നമുക്ക് അന്നൊരു ബസ് ആക്സിഡൻറ്റ് നടന്ന സമയത്ത് ഒരു നിയമം കൊണ്ടുവന്നിട്ടായിരുന്നു ബസ്സിനെല്ലാം വെള്ള പെയിൻറ്റ് അടിക്കുക എന്നുള്ളത്. അപ്പം വെള്ള പെയിൻറ്റ് അടിച്ചിട്ട് എത്ര അപകടങ്ങൾ ഒഴിവായി എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ ഇടുക ഗൈസ്. ഓക്കെ, ബൈ.